എറണാകുളത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ തെരുവിലേറ്റുമുട്ടൽ. എറണാകുളം ലോ കോളേജ്, തേവര SH കോളേജ് വിദ്യാർത്ഥികളാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. ഇന്നലെ തേവര കോളേജിൽ പരിപാടിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് തെരുവിലെ സംഘട്ടനം. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഈ ചെറിയ വാക്കുതർക്കമാണോ തെരുവിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്? എപ്പോഴാണ് ഈ രണ്ട് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ തെരുവിലേറ്റുമുട്ടിയത്? ഇന്നലെ വൈകിട്ട് നടന്ന തെരുവ് യുദ്ധം, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇന്നലെ ഉണ്ടായത്. എറണാകുളത്തെ കടവന്ത്രയിലാണ് ഇത്തരത്തിൽ ഒരു കഫേയുടെ മുമ്പിൽ ഇങ്ങനെ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. അത് രണ്ട് വിദ്യാർത്ഥികളാണ്, രണ്ട് കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. ഒന്ന് എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികളും അതുപോലെ SH കോളേജ് തേവരയിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടിയത്. വൈകിട്ട് 4:30 കൂടി SH കോളേജിൽ ഒരു പരിപാടി ഉണ്ടാകും. ആ പരിപാടിയിൽ വെച്ച് ഇരു കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയ വാക്കുതർക്കവും ഉന്തുതള്ളും എല്ലാം ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് തന്നെ പരിഹരിച്ചെങ്കിലും അതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് വൈകിട്ട് ഇത്തരത്തിൽ കഫറ്റേരിയയുടെ മുമ്പിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെയുള്ള ഒരു പരസ്പരം വലിയ ക്രൂരതയോടുകൂടി തന്നെ അവർ തല്ലി ചതയ്ക്കുകയാണ് ഉണ്ടായിരുന്നത്. താഴെ വീണ വിദ്യാർത്ഥികളെ ചവിട്ടിക്കൂട്ടുന്ന കാഴ്ചയെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിലുണ്ട്. അത്തരത്തിൽ കണ്ടു നിൽക്കുന്നവരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു അതിക്രമമാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലിലൂടെ, ഈ സംഘട്ടനത്തിലൂടെ ഉണ്ടായത് എന്നാണ്. ഒരു വിദ്യാർത്ഥി ബോധം പോയ പോലെ തന്നെ ആ ചവിട്ടേറ്റ് താഴെ കിടക്കുന്ന കാഴ്ചയെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത് സംബന്ധിച്ചപ്പോൾ കടവന്ത്ര പോലീസ് കണ്ടാലറിയുന്ന, ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയുന്ന ആളുകളെ, വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പരാതി ഇതുവരെ ബോധിപ്പിക്കാത്തതിനാൽ കേസെടുത്തിട്ടില്ല. പക്ഷേ പൊതുസ്ഥലത്ത് നടന്ന ഒരു സംഘടനമായതിനാൽ സ്വമേധയാ കേസെടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ കടവന്ത്ര പോലീസ് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ കണ്ടാൽ അറിയാവുന്ന വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം മറ്റു നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്.